الحمد لله الواحد القهار والعزيز الجبار مكور الليل على النهار تذكرة لأولي الأبصار نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم أقم الصلاة لدلوك الشمس إلى غسق الليل وقرآن الفجر إن قرآن الفجر كان مشهودا ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഈ ദുനിയാവും അതിലുള്ള സകലതിനെയും സൃഷ്ടിച്ച് സംവിധാനിച്ച മനുഷ്യൻ്റെ മനസ്സറിയാൻ കഴിയുന്ന അർഹമായ നന്മകൾക്ക് പ്രതിഫലം നൽകാൻ കഴിവുള്ള പ്രതിഫലനാളിൻ്റെ ഉടമസ്ഥനായ റബ്ബുൽ ആലമീനെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തരമായ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭൂമിയിൽ കരഞ്ഞുകൊണ്ട് ജനിച്ചു വീണവരാണ് മനുഷ്യരായ നമ്മൾ. കരയാനല്ലാതെ മറ്റൊന്നും അറിയാത്ത ചെറിയ മക്കളായി നമ്മൾ ഈ ഭൂമിയിൽ പ്രസവിച്ച് വീണതിനു ശേഷം ഇന്ന് ഈ കാണുന്ന ആകാര വടിവത്ത ഒരു ശരീരവുമായി നമ്മളൊക്കെ ഇന്ന് നെഞ്ചും പിരിച്ച് ഭൂമിയിലൂടെ നടക്കുകയാണ്. അല്ലാഹു തആല ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, നീയൊന്നും മനുഷ്യൻ എന്ന നിലക്ക് ഒരു പേര് വിളിക്കാൻ പോലും പറ്റാത്തൊരു വസ്തുവായിരുന്ന, അല്ലെങ്കിൽ ഒരു കാലഘട്ടം നിനക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരു പേര് വിളിക്കാൻ പോലും സാധ്യമല്ലാത്ത അവസ്ഥ. എന്നിട്ട് മാതാവിൻ്റെ ഗർഭപാത്രത്തിനകത്തൊരു ചോരക്കട്ടയായിരുന്നൊരു കാലഘട്ടം നിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഭ്രൂണമെന്നും രക്തപിണ്ഡമെന്നും മാംസപിണ്ഡമെന്നൊക്കെ വിവിധങ്ങളായ സ്റ്റെപ്പുകൾ കടന്നൊരു മനുഷ്യ കുഞ്ഞിൻ്റെ രൂപം പ്രാപിച്ച് പിന്നീട് കൃത്യമായ സമയത്ത് ഭൂമിയിലേക്ക് പ്രസവിച്ച് വീണ മനുഷ്യൻ ഒന്ന് തിരിഞ്ഞാലോചിക്കണം, ഞാൻ ആരായിരുന്നു, ഞാൻ ഇവിടേക്ക് എന്തിനു വന്നു, ഞാൻ എങ്ങോട്ട് പോകണം. മനുഷ്യൻ എന്ന പേരിൽ ഒരു സൂറത്തുണ്ട് ഖുർആനിൽ, അൽ ഇൻസാൻ. മനുഷ്യ, നിന്റെ പേര് പറയാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടം നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ? പിന്നീട് കേൾവിയും കാഴ്ചയും ഒക്കെ നൽകി നിന്നെ ഒരു മനുഷ്യനാക്കി മാറ്റിയില്ലേ? ഫജഅൽനാഹു സമീഅൻ ബസീറാ. പിന്നീട് നിന്നെ കേൾവിയുള്ളവനാക്കി കാഴ്ചയുള്ളവനാക്കി നല്ലൊരു മനുഷ്യ കോലത്തിലാക്കി അല്ലാഹു മാറ്റിയില്ലേ? ഇതൊരു വലിയ പരീക്ഷണമാണ്.
ഇത്ര വ്യവസ്ഥാപിതമായ നല്ല ഒരു ശരീരവും വ്യവസ്ഥകളും ഘടനയും ഭൂമിയും സംവിധാനവും നിനക്ക് തന്നത്, നിങ്ങളെ മുഴുവൻ ഈ ലോകത്ത് സൃഷ്ടിച്ചതൊരിക്കലും വെറുതെയല്ല, ഒരു കളിയല്ല, ഒരു രസമല്ല, വിനോദമല്ല. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ആദ്യം അല്ലാഹു തആല സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെയെല്ലാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് ഒരിക്കലും മടങ്ങൂല എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ മടങ്ങാനുള്ളവരാണ്, റബ്ബിലേക്ക് തിരിച്ചു പോകാനുള്ളവരാണ്, ഈ ലോകം വിട്ടുകൊണ്ട് ഇവിടെ നിന്ന് യാത്ര പോകാനുള്ളവരാണ്. ഇത് മനുഷ്യൻ അറിയണം. എന്ന് മാത്രമല്ല, ഈ ദുനിയാവിൽ നിന്ന് മടങ്ങുന്നതിന് മുമ്പ് എന്തൊരു ലക്ഷ്യത്തിലേക്കാണ് അവരെ ഈ ലോകത്തേക്ക് വിട്ടിരിക്കുന്നത്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നമ്മളിവിടെ കളിക്കാമെന്നവരല്ല, നമ്മളിവിടെ ആരുടെയെങ്കിലും ആരാധകരാകാമെന്നവരല്ല, നമ്മൾ ആർക്കെങ്കിലും പിന്നിലായി അണിനിരക്കുന്ന വലിയ ഒരു നേതാവാകാമെന്നവരല്ല, പൈസ ഉണ്ടാക്കാമെന്നവരല്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാണ്, മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചതും നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതും ഒരു പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കാനല്ലാതെ നിങ്ങളെ ഈ ദുനിയാവിൽ സൃഷ്ടിച്ചിട്ടില്ല, നിങ്ങളെ പടച്ചിട്ടില്ല, നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല. നമ്മുടെ പണി അതാണ്. നമുക്ക് ചെയ്യാനുള്ള മഹത്തരമായ ദൗത്യം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന ആ മുത്ത് ഹബീബ് തങ്ങളുടെ മാതൃക പിൻപറ്റി ജീവിക്കലാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റണം. യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കും. ഒരു പ്രവാചകനെ കാണിച്ചിട്ട്, ഒരു പ്രവാചകന്റെ അധ്യാപനം പഠിപ്പിച്ചു തന്നിട്ട് ആ നബിനെ നിങ്ങൾ മാതൃകയാക്കി ജീവിക്കലാണ് ദുനിയാവിലെ നിങ്ങളുടെ ഉത്തരവാദിത്വം. വഅതീഉല്ലാഹ വഅതീഉർ റസൂൽ. എനിക്കാരോടും ബാധ്യതയില്ല. ഞാൻ എൻ്റെ ജീവിതം, എനിക്ക് കിട്ടിയ ജീവിതം ഞാൻ ചെത്തിപ്പൊളിക്കും, ഞാൻ അടിച്ചു പൊളിക്കും, നിങ്ങളാരാണത് ചോദിക്കാനെന്നൊക്കെ പറയുമ്പോൾ അള്ളാന്റെ ഖുർആൻ പറയാണ്, അല്ല മനുഷ്യ, നിനക്ക് അനുസരണം വേണം. നീ അള്ളാന്റെ കൽപ്പന അനുസരിക്കേണ്ടവനാണ്. റസൂലിന്റെ ആ മാതൃകകളെല്ലാം അനുസരിച്ചു കൊണ്ട് ജീവിക്കേണ്ടവനാണ് ദുനിയാവിൽ. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, 750 കോടിയിലധികം മനുഷ്യരിന്ന് ദുനിയാവിലുണ്ട്. ആ മനുഷ്യ പ്രകൃതത്തിൽ അവർ ദുനിയാവിൽ ജീവിക്കുമ്പോഴും അവരുടെയൊക്കെ മുഖങ്ങൾ വ്യത്യസ്തമാണ്. ഈ കോടിക്കണക്കിന് മനുഷ്യരുടെ മുഖങ്ങൾ ഇരട്ടപ്പെട്ടവർ എന്ന് വിശേഷിപ്പിച്ചവർ, സയാമീസ് ഇരട്ടകൾ എന്ന് വിളിക്കുന്നവർക്ക് പോലും മുഖങ്ങളിലും ശരീരത്തിലും ചില വ്യത്യാസങ്ങൾ ഉണ്ട്. ഒരുമ്മ പെറ്റ മക്കൾ പോലും വ്യത്യസ്ത ശരീരഘടനയിലാണ് ലോകത്ത് ജനിക്കുന്നത്. ഒരു ഫോൺ കോൾ വരുന്നു, ആരോ പരിചയമില്ലാത്ത ഒരു നമ്പറാണ്. അല്പനേരം സംസാരിച്ചിട്ട് നമ്മൾ പറയുന്നു, നിങ്ങൾ ഇന്നയാളല്ലേ. ശബ്ദം കേട്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിൽ ഭൂമിയിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ ശബ്ദം വ്യത്യാസമാകുന്നു. കാലുകൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഭൂമിയിലൂടെ എത്ര വർഷങ്ങളായി കാല് നമ്മൾ മാറ്റുന്നില്ല. ചെരുപ്പ് സമയാബന്ധിതമായി കൊണ്ടതിങ്ങനെ നശിച്ച് കേടുവന്നു പോകുമ്പോൾ പുതിയ ചെരുപ്പ് മാറ്റുമ്പോഴും അതേ കാലുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിലൂടെ നടന്നു നീങ്ങുന്നത്. മനുഷ്യനൊന്ന് ചിന്തിക്കണം, ഈ ദുനിയാവിൽ ഒരു വസ്തു അല്ല പടച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പടച്ചതല്ല. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ.
ഈമാന്റെ കൽബിന്റെ ഉള്ളിൽ ഒരു പൊട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു പോകും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, ഈ കാണുന്നതൊന്നും അല്ലാ നീ വെറുതെ പടച്ചതല്ല, സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാണ്, ഫഖിനാ അദാബന്നാർ. അതുകൊണ്ട് റബ്ബേ, നീ സൃഷ്ടിച്ച ഈ ദുനിയാവ് പോലെ നീ സൃഷ്ടിച്ച നിന്റെ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. നമ്മുടെ ലക്ഷ്യം അവിടെയാണ്. ഈ ദുനിയാവിൽ അല്ലാഹുവിനെ ആരാധനകൾ ചെയ്യും, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയാം. അതായിരുന്നു നമ്മുടെ മുൻഗാമികളായിരുന്ന നേതാക്കന്മാര് മക്കളോട് പോലും കൊടുത്ത ഉപദേശം. മോനെ, ബാപ്പ എന്ന നിലക്ക് എന്നെ പറ്റിക്കാം, ഉമ്മ എന്ന നിലക്ക് മാതാവിനെ പറ്റിക്കാം, അധ്യാപകരെ പറ്റിക്കാം, സമൂഹത്തെ വഞ്ചിക്കാം, പോലീസിനെ പറ്റിക്കാം. പക്ഷേ ലുക്മാനുൽ ഹക്കീം തന്റെ മകനോട് പറയാണ്, യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഈ ഭൂമിന്റെ മേലെ നീ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ, ഒരു അണുമണി തൂക്കം ചെയ്താൽ, ഫതകും ഫീ സഖറത്തിൻ, അതൊരു പാറക്കുള്ളിൽ വെച്ച് ഒളിപ്പിച്ചാലും, ഔ ഫിസ് സമാവാത്, ആകാശലോകത്ത് കൊണ്ടുപോയി വെച്ചാലും, ഔ ഫിൽ അർളി, ഭൂമിയിൽ എവിടെങ്കിലും വെച്ചാലും, അല്ലാഹ് അതെല്ലാം പുറത്ത് കൊണ്ടുവരും മോനെ. ആരും അറിയില്ല, ആരും കാണില്ല എന്ന വിചാരം തന്നെ മനുഷ്യരിൽ വേണ്ട എന്ന് ഖുർആൻ പറഞ്ഞു. യസ്തഖ്ഫൂന മിനന്നാസ്, മനുഷ്യരെ നിങ്ങൾക്ക് മനുഷ്യന്മാരിൽ നിന്ന് മറച്ചു പിടിക്കാം, ഒളിച്ചു പിടിക്കാം. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, പക്ഷെ ഒരിക്കലും ഇതിന്റെ സൃഷ്ടാവായ റബ്ബിൽ നിന്ന് നിങ്ങൾക്കൊന്നും മറച്ചു വെക്കാൻ കഴിയൂല. ഈ ദുനിയാവിൽ ഇനി എന്തു ചെയ്യണം? അവൻ കൃത്യമായി അവന്റെ ആരാധനകൾ ശ്രദ്ധിക്കണം. കൂടുതലൊന്നുമില്ല, ഏറ്റവും ചുരുങ്ങിയത് 5 ഇസ്ലാം കാര്യങ്ങളെങ്കിലും അടിസ്ഥാനപരമായി അവൻ ശ്രദ്ധിച്ചേ പോകാവൂ. ഷഹാദത്ത് കലിമയെ കൃത്യമായി മനസ്സിലാക്കി അത് പഠിച്ച് യഖീനായ മനസ്സിനകത്ത് സൂക്ഷിച്ച് അത് നാവ് കൊണ്ട് പറയേണ്ടത് പറഞ്ഞ് ചെയ്യേണ്ടത് പോലെ ചെയ്യലാണ് ഒരു ഇബാദത്ത്. രണ്ടാമത്തെ കാര്യമേതാ? സ്വലാ, നിസ്കാരമാണ്. എത്ര പേര് ഈ ഇബാദത്തിനെ നമ്മൾ ഗൗരവത്തോടെ കാണുന്നുണ്ട്? ഇപ്പോഴും നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യത വരുത്താത്ത, അതിനെ അതിൻ്റെതായ ഗൗരവം കാണിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാന്റെ ഖുർആൻ പറയാണ്, 5 നേരം നിസ്കാരത്തിന്റെ സമയം പറയാണ്, അഖിമിസ്സലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈൽ. സൂറത്തുൽ ഇസ്രാഇന്റെ 78-79 ആയത്ത് അല്ലാഹു തആല പറയാണ്, നബിയേ നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. എപ്പോഴാ? ലിദുലൂകി ശംസി, സൂര്യൻ ഉച്ച തിരിയുമ്പോൾ മുതൽ, ഇലാ ഗസഖിൽ ലൈൽ, രാത്രി ഇരുട്ടാകുന്നത് വരെ. അപ്പോൾ ളുഹർ മുതൽ ഇശാ വരെയുള്ള നിസ്കാരത്തെ അവരൊറ്റ ഭാഗത്ത് പറഞ്ഞു. പിന്നെ പറഞ്ഞു വഖുർആനൽ ഫജ്രി, ഫജ്റിന്റെ സമയത്ത് ധാരാളം ഓതിയിട്ടുള്ള ഖുർആൻ ഓതിയുള്ള നമസ്കാരവും നബിയെ നിങ്ങൾ നിലനിർത്തണം. 5 നിസ്കാരവും ഒരായത്തിൽ പറഞ്ഞു. എന്നിട്ട് സുബ്ഹിനെ പ്രത്യേകം പറഞ്ഞു, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ, ഫജ്റിന്റെ സമയത്തുള്ള നമസ്കാരത്തിലെ പാരായണമുണ്ടല്ലോ, അത് പ്രത്യേകം അള്ളാഹുവിന്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ഉലമാക്കന്മാർ വിശദീകരിച്ച് അബ്ദുറഹ്മാൻ നാസിർ സഅദിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയാണ്, ഈ ആയത്ത് ഔഖാത്തുൽ ഖംസി സ്വലാത്ത്, 5 നേരത്തെ നമസ്കാരങ്ങളുടെ സമയമാണ് ഈ ഒരൊറ്റ ആയത്തിൽ പഠിപ്പിച്ചത്. തൊട്ട അടുത്ത ആയത്തിൽ വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക്, സുന്നത്തസ്കാരം പഠിപ്പിക്കുകയാണ്. നബിയെ നിങ്ങൾ രാത്രിയിൽ ഉറങ്ങി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. അത് നിങ്ങൾക്ക് വലിയ ഐച്ഛികമായി അധികപ്പറ്റായി നൽകിയ എക്സ്ട്രാ ഫർദിന്റെ പുറമെ തന്നതാണ് നബിയെ. സുന്നത്തസ്കാരം വരെ ഖുർആനിലെ ആയത്തെടുത്തിട്ടാണ് വിശദീകരിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, ഉലമാക്കന്മാർ പറയുന്നുണ്ട്, ഈ ഒരു ആയത്തിന്റെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പകല് നിസ്കരിക്കേണ്ട ഒരു നിസ്കാരം രാത്രിയിലേക്ക് നീട്ടിവെക്കാൻ പറ്റൂല. നമ്മുടെ നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് നിസ്കാരം ഖളാക്കി. ഇശാഇന്റെ സമയത്ത് ളുഹർ നിസ്കരിക്കണം, എന്ത് നിസ്കാരം ഖളായി.
മഗ്രിബിന്റെ സമയത്തിന്റെ അസ്ർ നിസ്കരിക്കണു. എന്റെ ഖളാ എന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സമ്പ്രദായത്തിലില്ല, നമ്മൾ ഉണ്ടാക്കിയതാ. പകൽ നിസ്കരിക്കേണ്ട നിസ്കാരം പകൽ തന്നെ നിർവഹിക്കണം. ചിലപ്പോൾ 5 മിനിറ്റോ 10 മിനിറ്റോ എന്തെങ്കിലും ശർഈയായ കാരണം കൊണ്ട് വൈകിയേക്കാം. എങ്കിൽ പോലും ഒരിക്കലും ഖളായി പോകുന്ന പ്രശ്നം വരാനില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും പ്രയാസം കാരണം കൊണ്ട് നിങ്ങളുടെ നിസ്കാരം നഷ്ടപ്പെടുമെന്ന അവസ്ഥ വന്നാൽ 2 നമസ്കാരങ്ങളെ നിങ്ങൾക്ക് ജംഅ് ചെയ്ത് നമസ്കരിക്കാം. നമ്മളൊരു ആശുപത്രി കേസിലാണ്, കൃത്യസമയത്ത് വന്ന് നിസ്കരിച്ചു പോകാൻ നമുക്ക് എന്തോ കഴിയാതെ വരികയാണെങ്കിൽ ളുഹറും അസ്റും നമുക്ക് ഒരുമിച്ച് നമസ്കരിക്കാം, മഗ്രിബും ഇശാവും ഒരുമിച്ച് ജംഅ് ചെയ്ത് നിസ്കരിക്കാം. എന്നാൽ ഒരിക്കലും ളുഹർ നമസ്കാരം മഗ്രിബിലേക്ക് കൊണ്ടുപോയി നിസ്കരിക്കാൻ പറ്റൂല. ഇവിടെ അത് മാത്രമല്ല, കൊല്ലങ്ങളായി നിസ്കരിക്കാത്ത ആളുകളുണ്ട്, മാസങ്ങളായി നിസ്കാരം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ദിവസങ്ങളോളം ഓരോ കാരണം പറഞ്ഞ് കല്യാണമായിരുന്നു, ടൂറായിരുന്നു, തക്കാരായിരുന്നു, അതുകൊണ്ട് 2 ദിവസത്തെ നിസ്കാരമുണ്ട്. എന്നിട്ട് 3-ാമത്തെ ദിവസം ലോഡാക്കി നിസ്കരിക്കുക. ആരാണ് ഈ ഖളാ പഠിപ്പിച്ചത്? ഉലമാക്കന്മാര് പറയാണ്, ഇസ്ലാമിലെ ഒരു ഇബാദത്ത് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, സാധ്യമാകാത്ത ഒരു കാര്യവും അല്ലാഹു തആല നിർബന്ധിപ്പിക്കുകയില്ല. നമുക്ക് പറ്റുന്നതേ പറഞ്ഞിട്ടുള്ളൂ. ഇത് കൊല്ലക്കണക്കിന് നിസ്കാരങ്ങൾ ഒരുമിച്ച് നിസ്കരിക്കാനൊന്നും ഇസ്ലാമിൻ്റെ ഉലമാക്കന്മാരുടെ പ്രമാണ രേഖകൾ വിശദീകരിച്ച് പഠിപ്പിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധ്യമല്ല. പിന്നെ ഈ നഷ്ടപ്പെട്ട നിസ്കാരം പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക? ഉലമാക്കന്മാർ പറഞ്ഞു, നീ തൗബ ചെയ്യണം. നിസ്കാരം നഷ്ടപ്പെട്ടിരിക്കുന്നത് തൗബ ചെയ്യണം, കുറ്റബോധം ഉണ്ടാവണം, പശ്ചാത്താപം ഉണ്ടാവണം, ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യണം. പറ്റുമെങ്കിൽ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ധാരാളമായി സുന്നത്ത് നമസ്കാരങ്ങൾ വരെ നീ അധികരിപ്പിക്കണം. എന്നാൽ ഒരാളുടെ സക്കാത്ത്, അയാൾ സക്കാത്ത് നിർബന്ധമായ ഒരു ഇബാദത്താണ്. അത് 2 കൊല്ലത്തെ സക്കാത്ത് കൊടുക്കാണ്ടെങ്കിലോ അയാൾ 2 കൊല്ലത്തെയും കൂട്ടിക്കൊടുക്കണം. അത് കഴിയാവുന്ന കാര്യമാണ്. നോമ്പ് ഒരാൾക്ക് 3 കൊല്ലത്തെ നോമ്പ് വീട്ടാനുണ്ട്, അയാൾ 3 കൊല്ലത്തെ നോമ്പ് നോറ്റ് വീട്ടണം. എന്നാൽ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ വർഷങ്ങളോളമുള്ള നമസ്കാരം നോറ്റ് വീട്ടാൻ പ്രത്യേകമായ കൽപ്പന നബിതങ്ങളിൽ നിന്ന് വന്നിട്ടില്ല. എന്നാൽ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോഴും സമൂഹത്തിൽ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ ഗൗരവം. എത്ര പേരാണ് അത് വിഷയത്തിൽ ഗൗരവമായി കാണാറുള്ളത്? അത് അങ്ങനെ പള്ളിയിൽ നടക്കുന്ന ഒരു കേവല ചടങ്ങായി മാത്രം ധരിക്കുന്ന ആളുകളുണ്ട്. ഒന്നറിയണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തൊരു ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞു. ഒരാള് ശർഈയായ കാരണത്താൽ എത്താൻ വൈകി. എല്ലാവരും നമസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു സ്വഹാബി അങ്ങ് കയറി വന്ന് ഒറ്റക്ക് നമസ്കരിക്കുന്ന രംഗം വന്നു. സ്വഹാബത്തിനോട് നബിതങ്ങൾ ചോദിക്കുകയാണ്, അലാ റജുലൻ യതസദ്ദഖു അലാ ഹാദാ ഫൽയുസല്ലി മഅഹു, ഈ വൈകി വന്ന ഈ മനുഷ്യന് ഒരു സ്വതക്ക നൽകാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് നമസ്കരിച്ചു കൊടുക്കാൻ നിങ്ങൾ ആരെങ്കിലും ഒന്ന് തയ്യാറാകുമോ? ആരോട്? നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കണം, നിങ്ങൾ ആരെങ്കിലും ഒന്ന് അദ്ദേഹത്തിന്റെ കൂടെ നിസ്കരിക്കൂ, ഒരു സ്വതക്ക കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹം ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ആരെങ്കിലും ഒന്നും കൂടെ കൂടി കൊടുക്കുന്നതാണ്. ഇവിടെ 5, 6, 8, 10 ആൾക്കാർ കയറി വരും, 10 ഭാഗത്തേക്കാണ് മാറി നിൽക്കും. എന്നിട്ട് ഓരോരുത്തരും സൗകര്യത്തിൽ നിസ്കരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്നിട്ട് സ്വഹാബിമാരിൽ നിന്ന് ചിലർ അദ്ദേഹത്തിന്റെ കൂടെ നമസ്കരിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫർള് നമസ്കരിച്ച് ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു ജമാഅത്ത് കിട്ടാൻ നിർവഹിച്ചയാൾക്ക് ഒരു സുന്നത്തിന്റെ പ്രതിഫലമുണ്ട്. വൈകി വന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഫർള് ജമാഅത്ത് നടക്കുകയുണ്ടായി. ഇത് വൈകി വരാനുള്ള തെളിവല്ല. അഥവാ അങ്ങനെ സംഭവിക്കുമ്പോൾ പോലും അതേപോലെ തന്നെയാണ് നമസ്കാരത്തിന്റെ സമയത്ത് ജമാഅത്ത് ഒരു പള്ളിയിൽ നടക്കുമ്പോൾ ആ സമയത്തിലേക്ക് നമ്മുടെ ജോലിയെ, നമ്മുടെ ഷോപ്പിലെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ, നമ്മുടെ മറ്റ് എല്ലാത്തിനെയും ആ സമയത്തിലേക്ക് ക്രമീകരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, ഒരാൾ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അത് കിട്ടാൻ വേണ്ടി ഓടി കതച്ചുകൊണ്ട് വരികയാണെങ്കിൽ പോലും, വൈകി വരികയാണെങ്കിൽ പോലും
അയാൾ ഒരിക്കലും നമസ്കാരത്തിൻ്റെതായ ആ ഒരു ഭക്തി നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ വേഗതയാലോ തിരക്ക് പിടിച്ചോ നടക്കരുത്. ഇദാ സമിഅ്തുമുൽ ഇഖാമ, നിങ്ങൾ ഈ ഇഖാമത്ത് കേട്ടാൽ ഫംശൂ ഇലസ്സലാ, നിസ്കാരത്തിലേക്ക് നടന്നു പോകണം, ഓടരുത്. എന്തിന്? ഒരു റക്അത്ത് കിട്ടാൻ വേണ്ടി ഓടിപ്പോകരുത്. വാതിലൊക്കെ അങ്ങ് തള്ളി തുറന്നങ്ങോട്ട് ചാടിക്കേറരുത്. ഫംശൂ ഇലസ്സലാ, നിസ്കാരത്തിലേക്ക് നടന്നു പോകണം. വഅലൈക്കും ബിസ്സകീനതി വൽ വഖാർ, നല്ല ഗാംഭീര്യതയിലും അവധാനതയിലും നമസ്കാരത്തിലേക്കുള്ള വരവെന്ന ബോധ്യത്തിലും പോകണം. വലാ തുസ്രിഊ, നിങ്ങൾ അമിത വേഗത കാണിക്കരുത്. പള്ളിയിലൊക്കെ ഓടാണ് ഒന്നാമത്തെ സഫ് ഓടി കിട്ടാൻ, നിസ്കാരത്തിലെ ഒരു റക്അത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പിറകിൽ നിന്ന് ഓടി വരുന്ന രംഗം. വലാ തുസ്രിഊ, എന്നിട്ട് നബി പറയാണ് ഫമാ അദ്റക്തും ഫസല്ലു, ജമാഅത്തിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നിസ്കരിക്കൂ. വമാ ഫാതകും ഫാതിമ്മൂ, നഷ്ടപ്പെട്ടത് എത്രയാണെങ്കിൽ അത് പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കൂ. അപ്പോഴും നിങ്ങൾ ആ നമസ്കാരത്തിന്റെ ഗാംഭീര്യം കാണിക്കണമെന്നർത്ഥം. സുഹൃത്തുക്കളെ, ഒരു മനുഷ്യനങ്ങ് മരിച്ചാൽ, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചാൽ നമുക്ക് കടങ്ങളുണ്ടാകും. സ്വാഭാവികമായി സാമ്പത്തിക കടമുണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ അത് വീട്ടണം. 2 ദീനാർ വീട്ടാൻ ബാക്കി വെച്ചപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നീ ആ മനുഷ്യന്റെ 2 ദീനാർ കടം വീട്ടിയോ? അദ്ദേഹം പറഞ്ഞു, ഞാനത് ഇന്നലെ തന്നെ കൊടുത്തു വീട്ടി നബിയെ. എങ്കിൽ അദ്ദേഹം ഖബറിൽ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ആ 2 ദീനാറിന്റെ പേരിൽ ഖബറിൽ പോലും അദ്ദേഹം ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്നർത്ഥം. സാമ്പത്തിക കടങ്ങൾ എത്രയും വേഗത്തിൽ വീട്ടിയോണം. അതുപോലെ തന്നെയാണ് മറ്റൊരു കടം, അള്ളാഹ്ക്ക് കൊടുക്കാനുള്ള കടമുണ്ട്. നാട്ടിൽ ആരും ചർച്ച ചെയ്യാത്തൊരു കടമുണ്ട്. അദ്ദേഹത്തിന് നോമ്പ് കടമുണ്ടോ? ആ നോമ്പ് നോറ്റ് വീട്ടണം. അദ്ദേഹം സക്കാത്ത് കുറച്ച് കാലങ്ങളായി കൊടുത്തിട്ടില്ലേ? കുടുംബത്തിലെ ബന്ധുക്കളത് കൊടുത്തു വീട്ടണം. എന്നാൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അതൊരിക്കലും കുടുംബക്കാരെല്ലാവരും കൂടി നിസ്കരിച്ച് വീട്ടേണ്ടതില്ല. ഹജ്ജുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഹജ്ജ് പോയി നിർവഹിച്ച് കടം വീട്ടണം. മരിച്ചാലും വീടൂല എന്ന് പറഞ്ഞ ഇബാദത്തുകളുടെ ലക്ഷ്യം പൂർത്തീകരിച്ച് പോകണം ഇവിടുന്ന്. ഹജ്ജിന്റെ സമയമാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ആദ്യത്തെ ഫ്ലൈറ്റുകൾ പോകാനുള്ള ഒരുക്കങ്ങളും അതിന്റെ തകൃതിയായ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈവറ്റ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ഒക്കെ 10,000-കണക്കിന് ആളുകൾ അൽഹംദുലില്ലാഹ് അതിനുവേണ്ടി ഒരുങ്ങി അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും അവർ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സഹോദരങ്ങളെ, ഈ സമയത്തും നമ്മൾ ഓർക്കുകയാണ്, നാട്ടിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. യാത്ര ചോദിക്കൽ എന്ന പേരിൽ ഹജ്ജിന് പോകുന്നവരൊക്കെ ലോകം മുഴുവൻ ഇങ്ങനെ സഞ്ചരിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? എല്ലാവരോടും ഞാൻ ഹജ്ജിന് പോകുകയാണെന്ന് യാത്ര പറയാൻ. യാത്ര പറയണ്ടെന്നല്ല, അത്യാവശ്യം വേണ്ട കുടുംബക്കാരോട് പറയണം. തെറ്റി നിൽക്കുന്ന പിണങ്ങിയവരോടൊക്കെ പോയി പണക്കം മാറ്റണം. ഇടപാടിൽ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാണ്ടെങ്കിൽ അയാളെ പോയി കണ്ട് കാര്യങ്ങൾ പറയണം, ഞാൻ ഹജ്ജിന് പോവുകയാണ്, വന്നിട്ട് ശരിയാക്കുക. ഇതൊന്നുമല്ല. എല്ലാ ബന്ധുക്കളിലും മക്കളെ വേറെ കുട്ടികളെ വീട്ടിൽ എല്ലാവരും വീട്ടിലും പോയി യാത്ര പറയാൻ പോകുകയാണ്. എന്നിട്ട് അവസാനം ഹജ്ജ് ചെയ്യാൻ പറ്റാതെ ഇയാൾ ക്ഷീണിച്ച് കിടക്കുകയാണ്. ലക്ഷ്യം മറന്നു പോകണ്ട. പിന്നെ പലതും നമ്മൾ നാട്ടിൽ കാണുകയാണ്. യാത്ര അയപ്പ് സമ്മേളനങ്ങൾ, ഹജ്ജ് കല്യാണങ്ങൾ, ഹജ്ജ് പാർട്ടികൾ. എന്നിട്ട് ഇന്ന വീട്ടിൽ ഇന്ന പരിപാടി ഉണ്ട്, എല്ലാവരും വരണമെന്ന് പറയണു. ഇപ്പോ ഒന്നുകൂടെ മാറി, വീട്ടിൽ മൗലൂദും ചെറിയ ഒരു ഭക്ഷണവും ഒരുക്കുന്നു. വലിയ പരിപാടി മുഴുവൻ ഹാളിലേക്ക്, ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റുന്നു. ഇസ്ലാമിലെ വലിയൊരു ഇബാദത്തിനെ എങ്ങനെയാണ് ശൈത്താൻ കൊണ്ടുപോയി ആലയിൽ കെട്ടുന്നത് നോക്കൂ നിങ്ങൾ. അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ സമ്മതിക്കാതെ വേറെ കോലത്തിലാക്കി മാറ്റുകയാണ്. എന്നിട്ട് ഗംഭീര കല്യാണം, വലിയ പാർട്ടി ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച് നാട്ടുകാരെ മുഴുവൻ ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാനൊരു പിശുക്കനാകുമോ എന്ന് തെറ്റിദ്ധരിച്ചവർ, ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ ഹജ്ജിൻ്റെ യാത്ര ഒരു ശരിയാകാതെ പോകുമെന്ന് തെറ്റിദ്ധരിച്ചവർ. ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മളൊക്കെ നിസ്കരിക്കാൻ പോണവരാണ്, നമ്മൾ പാർട്ടി ഉണ്ടാക്കലില്ല. എന്തേ? ഇസ്ലാമിലെ ഒരു ഇബാദത്താണ്, അതിനൊരു മാനദണ്ഡമുണ്ട്. അത്രയേ ഈ ഒരു ഇബാദത്തിനുമുള്ളൂ എന്ന് മാത്രമല്ല, ചില ഇടങ്ങളിലൊക്കെ കാണുകയാണ്, ഗ്രൂപ്പുകളിലൊക്കെ ഫോട്ടോ കാണാം, ഹജ്ജിന് പോകുന്ന ആൾക്കാർക്ക് പൊന്നാടയാണ് ഈക്കുന്നു, ഷാളാണ് ഈക്കുന്നു, എന്നിട്ട് പ്രത്യേക പുരസ്കാരം കൊടുത്ത് ഇയാളുടെ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു റിയാ ഉണ്ടാക്കുക, ഞാനൊരു വലിയ ഹാജിപ്പം തന്നെ ആയി എന്നുള്ള തോന്നലുണ്ടാക്കുക.
എന്റെ സുഹൃത്തുക്കളെ, നല്ലോണം നമ്മൾ ആലോചിച്ചോ. ഹജ്ജിന് പോകുന്ന നമ്മുടെ യാത്ര അള്ളാഹ്ക്ക് വേണ്ടിയാകണം. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഹജ്ജ്, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഉംറ. അള്ളാഹിനെ തൃപ്തിപ്പെടുത്താനുള്ളതാണ്. അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായി ചെയ്യാൻ, റിയാ ഇല്ലാതെ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടെ തന്നെ പോകുന്ന ഒട്ടനേകം ആളുകൾ അള്ളാഹുവേ നിന്റെ വിളിക്കുതാ ഉത്തരം നൽകിയെന്ന് പറഞ്ഞ് പോകേണ്ട ഹജ്ജിന് നാട്ടിലെ പ്രസിദ്ധമായ ദർഗകളിലൂടെ മക്ബറകളിലൂടെ കയറിയിട്ട് നോക്കൂ നിങ്ങൾ, 7 ലക്ഷം രൂപൻ്റെ അടുത്ത് വരെ പ്രൈവറ്റിൽ പൈസ കൊടുത്തിട്ടാണ് പോണത്. 7 ലക്ഷം രൂപ കൊടുത്ത് ഹജ്ജ് സെറ്റപ്പാകാൻ 100 രൂപ ദർഗയിൽ ഇട്ട് കൊടുക്കണം. മനുഷ്യന്മാരെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കണം നമ്മൾ. എന്നിട്ട് പോകുന്ന വഴികളിലൊക്കെ അവിടെ പൈസ ഇട്ട് അവിടെ പ്രാർത്ഥന നടത്തി അവിടുത്തെ ചടങ്ങൊക്കെ പൂർത്തിയാക്കിയിട്ടാണ് അവർ അള്ളാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ എന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. നല്ലോണം ഇരുന്ന് ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനത്തുല്ലാഹ് എന്ന് പറഞ്ഞത് അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിയ നസാറാക്കളെയും യഹൂദികളെയും ശപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാര് ചെയ്താലും അവർക്കതാണ് ലഭിക്കുക. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ ഒരിക്കലും നഷ്ടമാകാതിരിക്കാൻ കൃത്യമായ അനുഷ്ഠാന മുറകൾ പാലിച്ച് പഠിച്ച് പ്രവർത്തിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത വിധത്തിൽ മരിക്കും വരെ മുറുകെ പിടിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആരാധനാ കർമ്മങ്ങളെ സജ്ജീകരിക്കാനും ഓരോരുത്തരും ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിലൂടെ പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിക്കുമ്പോൾ ഒരു പ്രവാചകനെക്കുറിച്ച് 2 സ്ഥലത്ത് മാത്രം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ 2 സ്ഥലത്ത് പറഞ്ഞ കാര്യം വലിയ 2 നേട്ടങ്ങളായി വിശദീകരിച്ചിട്ടുമുണ്ട്. ഒരു പക്ഷേ ഇന്ന് സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഹത്തരമായ 2 ക്വാളിറ്റി ഉള്ളവരാണ് ആ ഒരു പ്രവാചകൻ എന്ന് ചൂണ്ടിക്കാണിച്ചു. മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലം കഴിഞ്ഞിട്ട് ആദ്യമായി പ്രവാചകത്വം കിട്ടിയ നബിയാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി അവ്വലു മൻ ഖത്ത ബിൽ ഖലമി, ലോക ചരിത്രത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ ആദ്യമായി പേന കൊണ്ട് എഴുതിയത് ഇദ്രീസ് നബിയാണെന്ന് ചരിത്രരേഖയിലുണ്ട്. ആദ്യമായി വസ്ത്രങ്ങൾ തുന്നിച്ചേർത്ത് ഡ്രസ്സ് ഉണ്ടാക്കി ധരിച്ചത് ഇദ്രീസ് നബി അലൈഹിസ്സലാമാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഖുർആനിന്റെ 2 സ്ഥലങ്ങളിൽ ഈ പ്രവാചകനെ പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്, വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ് ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ വറഫഅനാഹു മകാനൻ അലിയ്യാ. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഈ വേദഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു സിദ്ദീഖായ നബിയാണ്, സത്യസന്ധനായ നബിയാണ്. വറഫഅനാഹു മകാനൻ അലിയ്യാ, അദ്ദേഹത്തിന് നാം ഉയർന്ന ഉന്നതമായ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. സത്യസന്ധനായ ഒരു നബിയാണ്. എന്തിനതിങ്ങനെ പേരെടുത്ത് പറയുന്നത്? സത്യസന്ധത പാലിക്കുന്ന മനുഷ്യർ കുറവാണ്. കച്ചവട രംഗത്ത് പൈസന്റെ ഇടപാടിൽ മറ്റു സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നിടത്തൊക്കെ അല്പം കളവ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ. പിന്നെ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുന്ന ആരാണ് ഇവിടെ കളവ് പറയാത്തവരുള്ളത് എന്നൊക്കെ ഇങ്ങനെ സ്വന്തം മനസ്സിനോട് ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ ഏറ്റവും നല്ല അടയാളമാണ് ഏതൊക്കെ ഘട്ടം വന്നാലും സത്യസന്ധത മുറുകെ പിടിക്കൽ.
ജീവിതത്തിൽ, കച്ചവടത്തിൽ, സമ്പത്തിൽ, ദാമ്പത്യത്തിൽ, എല്ലായിടത്തും സുദ്ദീഖുമാർക്കാണ് സ്വർഗമുള്ളത്. നമ്മളൊക്കെ സുദ്ദീഖുമാരുടെ സ്ഥാനം കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രത്യേകത ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യാ. അത് കാരണം കൊണ്ട് തന്നെ ഉയർന്ന സ്ഥാനം അല്ലാഹ് കൊടുത്തിട്ടുമുണ്ട്. മറ്റൊരായത്തിൽ പറയുന്നത് വഇസ്മാഈല വഇദ്രീസ വദൽ കിഫിൽ കുല്ലും മിനസ് സാബിരീൻ. മൂന്നാളെ പറഞ്ഞു, ഇസ്മാഈല വഇദ്രീസ വദൽ കിഫിൽ. ഈ മൂന്ന് നബിമാർ കുല്ലും മിനസ് സാബിരീൻ, നല്ല ക്ഷമാലുക്കളാണ്. അള്ളാന്റെ വിധിയിൽ ക്ഷമിക്കാൻ കഴിയണം. നമുക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ക്ഷമിക്കുന്നവരാകണം. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ക്ഷമ ഉണ്ടാവണം. തെറ്റുകൾക്കുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് നോക്കാതിരിക്കാൻ, ചെയ്യാതിരിക്കാൻ, ചിന്തിക്കാതിരിക്കാൻ സ്വബറുള്ളവരാകണം. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്കാണ് സ്വർഗത്തിന്റെ സന്തോഷ വാർത്തയുള്ളത്. ഇന്നമാ യുവഫസ്സാബിറൂന ഉജൂറഹും ബിഗൈരി ഹിസാബ്. നിസ്കാരത്തെ പറ്റി പറഞ്ഞു, 27 ഇരട്ടി കൂലിയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ കടയിൽ കയറി ചെന്നു ബൈ 2 ഗെറ്റ് 1 എന്ന് കണ്ട ചാടി വീഴും. പൈസ ഉണ്ടോ, ലാഭമുണ്ടോ, നഷ്ടമുണ്ടോ നോക്കൂല. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, വേഗം എടുക്കും. എന്നാ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ജമാഅത്ത് നമസ്കാരം 27 നിനക്ക് എക്സ്ട്രാ തരുന്നത്. നമ്മളത് സ്വീകരിക്കാറുണ്ടോ? നല്ല കാര്യങ്ങൾ ചെയ്യാൻ ക്ഷമ വേണം. തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യാതിരിക്കാൻ ഒടുക്കത്തെ അപാരമായ ക്ഷമ വേണം. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടുന്ന ഒരു മഹത്തരമായ ഗുണമായിട്ടാണ് ഈ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് പ്രധാന ഭാഗം നമുക്ക് നൽകുന്നത്. ചില ആളുകളെങ്കിലും പ്രസംഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ലേഖനങ്ങളിലൂടെ പറയാറുണ്ട്, മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചിട്ടില്ല. അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകൾ പല വിഷയങ്ങളെക്കുറിച്ചും പല രൂപത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പച്ചയായ രൂപത്തിൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന, മക്കയിലും മദീനയിലും പോയി മരിക്കാൻ ആഗ്രഹിക്കുന്നത് ശരിയല്ല എന്ന് പച്ചയായി പ്രസംഗിക്കുന്ന ആളുകൾ, യൂറോപ്പിലുള്ള ആളുകളാണ് ഏറ്റവും നല്ലത്, അറബികൾ മുഴുവൻ ശരിയല്ല എന്ന് പറയുന്നവർ, ഇമാം മഹ്ദി വരുമ്പോ ഈ നാട്ടിലെ മുസ്ലിങ്ങളൊന്നും ഉണ്ടാവൂല, വേറെ പല ആൾക്കാരുമാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രസംഗിക്കുന്ന ആളുകൾ. ഒന്നറിയണം, നമ്മൾ ഇസ്ലാമിനെതിരായി കൊണ്ട് അകത്തുനിന്നും പുറത്തുനിന്നും ധാരാളക്കണക്കിന് ഫിത്നകൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല അറിവും ബോധവും നല്ല ക്ഷമയും പാലിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ പറയും ഇദ്രീസ് നബി അലൈഹിസ്സലാം മരിച്ചിട്ടില്ല. എന്നാൽ അവർക്കത് പറയാൻ, തെളിയിക്കാൻ സാധ്യമല്ല. അവർ പറയുന്നത് മിഅ്റാജിന്റെ യാത്രയിൽ 4ാമത്തെ ആകാശത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്രീസ് നബിയോട് സംസാരിച്ചിട്ടുണ്ട് എന്ന കാര്യം. അങ്ങനെയെങ്കിൽ ആ യാത്രയിൽ മറ്റു പല പ്രവാചകന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അത്രയേ അവിടെയും പറയാനുള്ളൂ, അതിനപ്പുറമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ പറയുന്ന വാദത്തിന് തെളിവുകളില്ല എന്നർത്ഥം. അതുകൊണ്ട് ഇദ്രീസ് നബിന്റെ 2 പ്രസിദ്ധമായ ഗുണങ്ങൾ എടുത്തു പറഞ്ഞു. സ്വാബിറാണ്, സ്വദ്ദീഖാണ്. നമ്മളിൽ ഈ ഗുണം ചേർത്ത് വെക്കണം. നമ്മുടെ മക്കളിൽ, കുടുംബത്തിൽ ഈ ഗുണം വളർത്തിയെടുക്കണം. സ്വദ്ദീഖന്മാരായി, സ്വാബിരീങ്ങളായി മാറാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ എല്ലാ നിലക്കുമുള്ള വാതായനങ്ങളിൽ അകത്തു കയറാനും തിന്മകളുടെ എല്ലാ വാതിലുകളും കൊട്ടിയടക്കാനുമുള്ള ഒരു സവിശേഷമായ കഴിവ്, ശേഷി അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ സുഹൃത്തും നമ്മുടെ പള്ളിയിലൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാവാറുള്ള ജംഷീർ സാഹിബ് കീരിയോടുള്ള അദ്ദേഹത്തിൻ്റെ 5 വയസ്സുള്ള മകൾ ഫിക്സ് ബാധിച്ച് അവിടെ വിദേശത്തുള്ള ഒരു ആശുപത്രിയിൽ ICUവിലാണുള്ളത്. എല്ലാവരുടെയും ഇന്നൊരു ദിവസത്തെ ഈ സവിശേഷതകളെല്ലാം മാനിച്ചുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ദുആ ചെയ്ത് ആ കുഞ്ഞിൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്ന് കുടുംബത്തിന് സമാധാനം നൽകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ആ പൊന്നുമോൾക്ക് എത്രയും വേഗത്തിൽ ശിഫ നൽകിക്കൊണ്ട് സമ്പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആദർശ പ്രബോധന രംഗത്ത് സജീവമായി പ്രവർത്തിക്കാറുള്ള കടവത്തൂർ അബൂബക്കർ ഫാറൂഖി എന്ന നമ്മുടെ സഹോദരൻ
കഴിഞ്ഞൊരു ദിവസം ടെറസിൻ്റെ മുകളിൽ നിന്ന് വീണ് ഒരു വലിയ പരിക്ക് പറ്റി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ ആ സഹോദരൻ എത്രയും വേഗത്തിൽ പൂർണ്ണമായ രോഗാവസ്ഥയിൽ നിന്ന് മോചനം നൽകി ശിഫ നൽകി നീ സമാധാനം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് രോഗികളായ സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട്. അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണമേ. ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയങ്കരായ പലരും, നമ്മുടെ സഹോദരൻ നിഷാദ് പുറത്തിൽ എന്ന നമ്മുടെ സുഹൃത്ത് സഹോദരൻ ഇവിടെ പറഞ്ഞു പോയി. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഒട്ടനേകം നമ്മുടെ കുടുംബത്തിലെ ബന്ധുക്കളിലെ പല സഹോദരങ്ങളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. റബ്ബേ, നീ അവർക്കെല്ലാം അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കണമേ. അല്ലാഹുവേ, ഞങ്ങളെല്ലാം ഈമാനോടെയുള്ള മരണം നൽകി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളിലൂടെ ഇണകളിലൂടെ സന്തോഷം നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിത മേഖലയിൽ കച്ചവടങ്ങളിലെല്ലാം ജീവിത വരുമാനങ്ങൾ എല്ലാം നീ ബറക്കത്ത് നൽകണേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഉപകരിക്കുന്ന ധാരാളം മഴ ഞങ്ങൾക്ക് ഇനിയും വർഷിപ്പിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലും മരണത്തിലും എല്ലാത്തിലുമുള്ള എല്ലാ ഫിത്നകളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവല് നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.